എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം അടിയന്തരമായി വിളിച്ചു കൂട്ടിയത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ വനിതാ സംവരണ ബില്ല് വെട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വനിതാ സംവരണ ബില്ല് അട്ടിമറിക്കപ്പെടുകയും ഇതൊക്കെ നമ്മൾ പാർലമെൻറ്റിൽ ആ ബില്ലിനെ അതുവരെ അനുകൂലിക്കുമെന്ന് പറഞ്ഞവർ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ പിന്തുണയും അവകാശപ്പെടുകയും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണമെന്നൊക്കെ ഘോരഘോരമായി പ്രസംഗിച്ചവർ അവസാനം പാർലമെൻറ്റിൽ ആ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ അട്ടിമറിച്ച് ചെയ്ത ഇന്ത്യ മുന്നണിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തത്. ഇതിൽ പാർട്ടിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള ശ്രീ കേണൽ ഡെന്നി സാറും, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രേഖ, അതോടൊപ്പം തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി, നെടുവത്തൂർ മണ്ഡലത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള നെടുവത്തൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി വിദ്യ, കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ലക്ഷ്മി, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി സുനിത, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ആണിച്ചേരി ജയചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് അനീഷ് അടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഡെന്നി സാറിനെ ആദരവ് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പത്രസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ തൃശ്ശൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട കുറേ സഹോദരന്മാർ അവിടെ ഒരു ആക്സിഡൻറ്റിൽ, വളരെ ദാരുണമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൽ നമുക്ക് അവർ നഷ്ടപ്പെട്ടു. അപ്പോൾ അവരെല്ലാവരുടെയും അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അവരുടെ കുടുംബത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ഈ പത്രസമ്മേളനം തുടങ്ങുകയാണ്. അപ്പം ഈ ഒരു പത്രസമ്മേളനം ഇന്നിപ്പോൾ കൊട്ടാരക്കരയിൽ BJP കൊല്ലം ഈസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ഓൾറെഡി നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാം. ലോകം മൊത്തം, ഭാരതം മൊത്തം ചർച്ച ചെയ്തൊരു വലിയൊരു വിഷയം തന്നെയായിരുന്നു അത്. കാരണം നമ്മുടെ ഭാരതത്തിന് അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബില്ലായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 50% മുകളിൽ വരുന്ന സ്ത്രീപക്ഷത്തിന് വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഈ ഇലക്ഷനിൽ പോലും നമ്മൾ കണ്ടു, സ്ത്രീകളാണ് പുരുഷന്മാർക്കാട്ടി കൂടുതൽ വോട്ട് ചെയ്യാനും വന്നതും. അവരാണ് മുൻപന്തിയിൽ വോട്ടിംഗ് ആവശ്യം, പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ ആവശ്യം അത് കൂടുതലാണ്. പക്ഷെ എന്നാലും ലോക്സഭയിലും അസംബ്ലിയിലും നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പവർ എവിടെയാണോ, നമുക്കെല്ലാവർക്കും അറിയാം, യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിൽ പവർ പാർലമെന്റിലും നമ്മുടെ നിയമസഭയിലുമാണ്. അവിടെ ഈ ഇത്രയും വർഷങ്ങളായിട്ട് 60-70 വർഷത്തിന് മുകളിലായിട്ട് സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെപ്രസെന്റേഷൻ അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 10% മാത്രമാണ് ഇതുവരെ സ്ത്രീകൾക്ക് ഓവറോൾ MP-മാരുടെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 10-13%. കേരളത്തിൽ നിന്ന് തന്നെ വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമേ MP-മാരായിട്ട് പോകാറുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ നിയമസഭയിൽ MLA-മാരായിട്ട് വളരെ കുറച്ച് പേര് മാത്രമേ സ്ത്രീകളായിട്ട് വരാറുള്ളൂ. ഇന്നേ വരെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വനിത ആയിട്ടില്ല, ഒരു ആഭ്യന്തരമന്ത്രി വനിത ആയിട്ടില്ല, ഒരു ഫിനാൻസ് മിനിസ്റ്റർ വനിത ആയിട്ടില്ല. അപ്പം പേരിന് വേണ്ടി അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യുന്നത്. അത് ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുടെ ഒരു ആ ഒരു നടപടി അല്ലെങ്കിൽ അവരുടെ ചിന്താ രീതി അത് തന്നെയാണ് കാരണം. കാരണം ഇതിനൊരു നിയമവ്യവസ്ഥയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു കാലത്തും സ്ത്രീകൾ ഞങ്ങൾ കടന്നു വരണ്ട എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപ്പൊ ആ ചിന്തയെ മാറ്റണമെങ്കിൽ നിയമം വരണം. നിയമം വന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് അർഹതപ്പെട്ട എന്ന് 33% ഇപ്പോഴും പറയുന്നെങ്കിലും 33% എങ്കിലും കിട്ടണമെങ്കിൽ ഒരു നിയമം വേണം. അപ്പൊ ഈ നിയമത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1996 തൊട്ടേ, സത്യം പറഞ്ഞാൽ അതിന് മുൻപ് തന്നെ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള റെപ്രസെന്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെ 96 തൊട്ടേ ചർച്ച ചെയ്ത് വരുമ്പോഴും എക്കാലത്തും പാർലമെന്റിൽ വരുമ്പോൾ പാർലമെന്റിൽ എന്തെങ്കിലും ഒരു മുടന്തൻ ന്യായം പറഞ്ഞ് അതിനെ അങ്ങ് അട്ടിമറിക്കാനുള്ള ശ്രമം എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ന്യായം പറയും, ഒന്നീ പറയും അതിനകത്ത് മതത്തിന്റെ പേരിൽ റിസർവേഷൻ വേണം, അങ്ങനെ പറയുമ്പോൾ ഉടനെ ആളുകൾ പറയും അതെങ്ങനെ പറ്റും, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരല്ലേ എന്ന് പറയും. അല്ലെങ്കിൽ പറയും അതിന് OBC കോട്ടയ്ക്ക് വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞ് അതിനെ
സത്യം പറഞ്ഞാൽ മാറ്റിമറിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റുക എന്ന്. ആ 5-6 വർഷം പിന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് അത് ഒരു 10-20 വർഷത്തേക്ക് ബാക്കിലോട്ട് പോകും. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് 2024 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ പുതിയ പാർലമെന്റിലെ ആദ്യത്തെ ബില്ല് തന്നെ ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്നത്. അന്ന് നമ്മൾ ഈ ബില്ല് കൊണ്ടുവന്നത് 2024 2024 ആ ബില്ലിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത സെൻസസ് എപ്പോഴാണ് നടക്കുന്നത്, ആ സെൻസസിന്റെ പേരിൽ അത് കഴിഞ്ഞ് ഒരു ഡീലിമിറ്റേഷൻ വരും. കാരണം നമുക്കറിയാം ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ വീണ്ടും ഒരു ഇൻക്രീസ് വരും. കാരണം 50 വർഷമായിട്ട് 1971 സെൻസസ് വെച്ചാണ് നമ്മൾ ഇപ്പോഴും പോപ്പുലേഷനിൽ നമ്മൾ MLA-മാരെ MP-മാരെ അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറി നമ്മൾ ഇനി ഒരു പുതിയ ഡീലിമിറ്റേഷനിലേക്ക് വരണം എന്നുള്ള ഒരു ഭരണഘടനമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് മാത്രമേ ഇത് നടക്കൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പം അന്ന് എല്ലാ പാർട്ടിക്കാരും പ്രത്യേകിച്ച് 2024 ഇലക്ഷന്റെ ഒരു കാലമായതുകൊണ്ട് എല്ലാവരും ഇതിന് ഒരു സമ്മതം തന്നു. 2 പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും അന്ന് ഫുൾ സപ്പോർട്ട് തന്നിരുന്നു. അപ്പം ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോയി നമ്മൾ ഇനി അന്ന് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് ഇത് എന്തുകൊണ്ട് ഇപ്പൊ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല, 2024 ഇലക്ഷൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ബില്ലിൽ അവർ തന്നെ സപ്പോർട്ട് ചെയ്ത ബില്ലിനകത്ത് പറഞ്ഞിട്ടുണ്ട് സെൻസസ് കഴിഞ്ഞിട്ട് പറ്റത്തുള്ളൂ, സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ കഴിഞ്ഞേ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ 2029 അല്ലെങ്കിൽ 2034 എന്നുള്ള രീതിയിലേക്ക് അന്ന് ചർച്ച വന്നു. അപ്പൊ നമ്മൾ അടുത്ത സെൻസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോവിഡ് സമയത്ത് 2021 നടക്കേണ്ട സെൻസസ് നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആ സെൻസസ് മാറ്റിവെക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനത്തെ സ്ഥിതിയാണ്. നിങ്ങൾ യുദ്ധം നടക്കുമ്പോൾ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയാം. കോവിഡിന്റെ കാലമൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം സെൻസസ് ഇപ്പോഴാണ് തുടങ്ങിയത്. ഈ ഏപ്രിൽ 1-ാം തീയതി തൊട്ട് നമ്മുടെ രാജ്യത്ത് ഒരു സെൻസസ് തുടങ്ങി. ആ സെൻസസ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് കഴിയും. ആ സെൻസസ് 2027 ആകുമ്പോഴത്തേക്ക് അത് റിപ്പോർട്ട് വന്ന് അത് ഗവൺമെന്റിന്റെ അടുത്ത് വന്ന് അത് പാർലമെന്റിൽ വെച്ച് പാർലമെന്റ് അത് അംഗീകരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ പോകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നത്. ഈ സെൻസസിന്റെ ബേസിലാക്കി പിന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നത്. അതായത് 2027 ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം ഒരു 2-3 വർഷം ചിലപ്പോൾ അതിനെടുക്കും. കാരണം ഈ 543 ലോക്സഭാ മണ്ഡലം പോയി അത് എങ്ങനെ വേണം, എത്ര സീറ്റ് കൂടണം, ഇതൊക്കെ ധാരാളം ഒരു പ്രൊസീജിയറാണ്. അപ്പൊ എങ്ങനെയായാലും 2029 ഈ ഒരു വുമൻ റിപ്രസെന്റേഷൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 33% കിട്ടത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ബോധപ്പെടും. അപ്പൊ എന്തുവരും നമ്മൾ അതിനെ പ്രീപോൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് പെട്ടെന്ന് 2029 കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഈ അടുത്ത സെൻസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസിന്റെ ബേസിൽ ചെയ്തു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 2011 സെൻസസിന്റെ ബേസിൽ തന്നെ നമുക്കത് ചെയ്യാം. 2011 സെൻസസിന്റെ ഡാറ്റ നമ്മളുടെ ഓൾറെഡി ഉണ്ട്. ഇപ്പൊ നമ്മൾ 1971 ബേസിലാണ് ഈ ഇപ്പൊ ലോക്സഭയുടെ MP-മാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് പകരം 2011 സെൻസസിന്റെ ബേസിൽ നമുക്കത് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ഡീലിമിറ്റേഷൻ അതിന്റെ കൂടെ ചെയ്യാം. ഇത് വന്നു കഴിഞ്ഞാൽ 2029 സ്ത്രീകൾക്ക് 33% വോട്ട് MP-മാര് നമ്മുടെ ലോക്സഭയിലും അതുപോലെ തന്നെ ഓരോ അസംബ്ലിയിലും അത്രയും കൂടും. അപ്പൊ വന്നു ഇനി അപ്പോഴും ഓരോരു പ്രശ്നം വന്നു. അതായത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്ത ചില സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയിലും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള നടപടികൾ കാരണം അവരുടെ പോപ്പുലേഷൻ നമ്മൾ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട്. പക്ഷെ അതേസമയം UP-യിലും ബീഹാറിലും ഒക്കെ ഉള്ള സംസ്ഥാനത്ത് പോപ്പുലേഷൻ ഇതുവരെ കൺട്രോൾ ആയിട്ടില്ല. പണ്ടത്തെ പോലെയല്ല, അവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കട്ടിക്കും വലിയ രീതിയിൽ മുന്നിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സദേൺ സ്റ്റേറ്റ്സിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഡീലിമിറ്റേഷൻ പോപ്പുലേഷന്റെ പേരിൽ ജനസംഖ്യയുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ എത്രയാണോ സീറ്റുകൾ ആ സീറ്റുകൾ നമുക്ക് കുറയും, UP-യും ബീഹാറും പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൂടുകയും ചെയ്യും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടി 33% കൊണ്ടുവരണം, രണ്ടാം വശത്ത് നമുക്ക് നിൽക്കുകയാണ് ഒരു ഡീലിമിറ്റേഷൻ നടത്തിയേ തീരൂ. കാരണം ഇത് പ്രധാനമന്ത്രി മോദി പറയുന്നതല്ല, ഇത് നമ്മുടെ ഭരണഘടന പറയുകയാണ്. 2026 വരെ അതിന്റെ ഫ്രീസ് ഉണ്ടായിരുന്നു. 2026 കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ ചെയ്തേ മതിയാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നാമത്തെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സീറ്റുകൾ കൂടുകയും കുറയുകയോ ചെയ്യുമോ. അപ്പൊ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഗവൺമെന്റ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആർക്കും അനീതി വരാത്ത രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും 50% ഞങ്ങൾ സീറ്റ് കൂടും അല്ലെങ്കിൽ കൂട്ടും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എത്രയാണോ ഒരു പെർസെൻറ്റേജ്
ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കേരളത്തിൽ 3.68% ഓവറോൾ നമ്മളെ ലോക്സഭയിൽ പെർസെന്റേജ്, 20 സീറ്റ് 3.68%. അതിന് 50% കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ സീറ്റുകൾ അത് 30 കൂടും, അതായത് 10 സീറ്റ് കൂടും. അത് ആ 10 സീറ്റ് കൂടുമ്പോഴും നമ്മുടെ ഓവറോൾ പെർസെന്റേജ് 3.67% തന്നെയാണ്. അതേപോലെ തമിഴ്നാട്ടിൽ 39 ഇപ്പോഴത്തെ അവരുടെ സീറ്റ്, അത് 50% കൂടിക്കഴിഞ്ഞാൽ 59 ലോക്സഭ സീറ്റിലേക്ക് കൂടും, 39 നിന്ന് 59 കൂടും. അപ്പോഴും അവരുടെ ശതമാനം 7.18 തന്നെ 7.23 തന്നെ നിൽക്കും, അതായത് കൂടും. അപ്പൊ ഓവറോൾ ഈ രീതി നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഒരു രീതിയിലുള്ള കുറവും വരില്ല. നേരത്തെ അവർക്ക് ഇപ്പോഴത്തെ നിലവിൽ 129 സീറ്റാണെങ്കിൽ നമ്മൾ പറയുന്ന ഈ 50% ഫോർമുല വെച്ച് നോക്കുകയാണെങ്കിൽ അത് 195 സീറ്റായി മാറും. ഇപ്പോഴത്തെ നിലവിൽ ലോക്സഭയുടെ അതായത് സദേൺ സ്റ്റേറ്റ്സ് അവരുടെ പെർസെന്റേജ് 23.76 ആണെങ്കിൽ ഈ 50% കഴിഞ്ഞാൽ 23.97 ആയിട്ട്, അതായത് ചെറിയൊരു ശതമാനം കൂടുകയാണ്, ആരുടെയും കുറയുന്നില്ല. യു പിക്കും അതുപോലെ തന്നെ 80 നിന്ന് അവരെ 120 ആയിട്ട് കൂടും. അപ്പൊ എത്ര ശതമാനമാണ് ഇപ്പം അതേ പ്രൊപ്പോർഷൻ ആയിട്ട് തന്നെ കൂടിയിരിക്കുന്നത്, ആർക്കും ഒരു ഇത്. അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 543 സീറ്റുകളുള്ള ലോക്സഭ മെമ്പേഴ്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പാർലമെന്റിൽ നമ്മൾ 273 സീറ്റ് കൂടുകയാണെങ്കിൽ, 50% കൂടുകയാണെങ്കിൽ ഈ 273 സീറ്റും സ്ത്രീകൾക്ക് കിട്ടാനുള്ളതായിരുന്നു. അവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കാം. കാരണം ഈ 816 സീറ്റായിട്ട് കൂടുമായിരുന്നു നമ്മുടെ. ഇപ്പൊ 543 അത് 816 സീറ്റായിട്ട് കൂടുകയും ഈ കൂടുന്ന 273 അതായത് 33% സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിയാൽ ഒരു സംസ്ഥാനത്തിനും അല്ലെങ്കിൽ നമ്മുടെ ആർക്കും ഒരു നഷ്ടം വരത്തില്ലായിരുന്നു. പക്ഷെ അത് രാഷ്ട്രീയം കൊണ്ട് മാത്രം പ്രധാനമന്ത്രി മോദി എങ്ങനെയാണ് ഇത് കൊണ്ടുവരുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇപ്പൊ കൊണ്ടുവരുന്നത്, ഇത് ഇലക്ഷന് വേണ്ടിയല്ലേ? തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഇലക്ഷൻ നടക്കുന്നതാണ് ഇതിപ്പോ തന്നെ കൊണ്ടുവന്നത്. തമിഴ്നാട്ടിലും വെസ്റ്റ് ബംഗാളിലും ഭാരതീയ ജനതാ പാർട്ടി NDA ആണോ ഭരിക്കുന്നത്? ഇപ്പൊ കൊണ്ടുവന്നതിനുള്ള ചോദ്യം. 6 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന എന്താ പ്രശ്നം? 6 മാസം കഴിഞ്ഞാൽ പിന്നെ UP ഇലക്ഷൻ വരും. അപ്പോഴെന്ത് പറയും? ഈ കോൺഗ്രസും CPM അവർ പറയും നിങ്ങൾ UP ഇലക്ഷനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. അപ്പൊ സമയം വെറും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. അത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടി ഈ സമയത്ത് കൊടുക്കാൻ താല്പര്യമില്ല. അത് തന്നെയാണ് എന്റെ കാര്യം. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിപ്പം എല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ചെയ്താണ്. സ്ത്രീകളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ടീസ് എല്ലാം ഇതിന് കൂടെ നിന്നാണ്. ഇതിനെ എതിർത്ത പാർട്ടികളുടെ നിങ്ങൾ അവരുടെ സ്വഭാവം നോക്കൂ. കോൺഗ്രസിന്റെ ഏറ്റവും മുൻ നിൽക്കുന്നത് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെയാണ്. പക്ഷെ അതല്ലാതെ വേറെ ഏത് സ്ത്രീയാണ് അവരുടെ ഏറ്റവും മുൻപ് വന്നിട്ടുള്ളത്? അപ്പൊ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വരാം, പക്ഷെ മറ്റുള്ള കഴിവുള്ള സ്ത്രീകൾ അവർ വരാൻ പാടില്ല. പിന്നെ എതിർത്തത് DMK ആണ്. DMKയിലെ അവിടെ കന്നിമൂഴി പോലുള്ള സ്ത്രീകൾ വന്നിട്ടുണ്ട്. ബാക്കി ആരാണ് വന്നിട്ടുള്ളത്? വേറെ എത്ര സ്ത്രീകൾ നമുക്കറിയാം? അതുപോലെ സമാജ്വാദി പാർട്ടി ഒരു കുടുംബ പാർട്ടിയാണ്. അപ്പൊ അവിടെയും നമ്മുടെ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷിന്റെ ഭാര്യ, അവരെ അവിടെ ഉണ്ട്, അവര് MP ആണ്. പക്ഷെ വേറെ എത്ര സ്ത്രീകളാണ് ആ പാർട്ടിയിൽ വന്നിട്ടുള്ളത്? അപ്പൊ ഇതേപോലെ TMC മമതാ ബാനർജിയെ അല്ലാതെ ബാക്കി എത്ര സ്ത്രീകൾക്ക് അവിടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്? അപ്പൊ ഇതേപോലെ അവരവരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ കഴിവിന്റെ പേരിൽ കഴിവ് തെളിയിച്ച് പോരാട്ടം നടത്തി കഴിവ് തെളിയിച്ച് പൊതുപ്രവർത്തനം നിർമ്മിക്കുന്ന സ്ത്രീകൾക്ക് അവർക്ക് പറ്റില്ല. അവർ പറയുന്നത് നിങ്ങൾ പഞ്ചായത്ത് ലെവലിൽ നടന്നത് ചെയ്തോ, അത് കുഴപ്പമില്ല. പഞ്ചായത്ത് ലെവലിൽ അവർ വലിയ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളാണ് രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല, രാജീവ് ഗാന്ധി എന്നാണ് ആയിക്കോട്ടെ, നമുക്ക് അതിനകത്തൊരു തർക്കമൊന്നുമില്ല. പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. കാരണം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പാടുപെടുന്ന പഞ്ചായത്ത് തന്നെയാണ്. പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന മെമ്പേഴ്സാണ് പഞ്ചായത്ത് ലെവലിലുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ പവർ എവിടെയാണുള്ളത്? യഥാർത്ഥത്തിൽ രാജ്യത്തിന് നയിക്കുന്ന എവിടെയാണ്? അത് പാർലമെന്റിലാണ്. അവിടെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പൊ ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തും സ്ത്രീകളുടെ അടുത്തും പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ആത്മാർത്ഥ ഇല്ലായ്മയാണ് ഇവിടെ നടന്നത്. അത് വെറും രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്ക് മാറ്റി. നിങ്ങൾക്ക് അന്ന് പ്രധാനമന്ത്രി അവിടെ ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറഞ്ഞാണ് നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെക്കാം, ആർക്കും നിങ്ങൾ തന്നെ ക്രെഡിറ്റ് എടുത്തോ, ഒരു പ്രശ്നമില്ല. പക്ഷെ സ്ത്രീകളെ കൊണ്ടുവരില്ല. ഈ ഇപ്പം നമ്മൾ ഇത് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 2029 ഇലക്ഷനിൽ ഈ സ്ത്രീകൾ 33% അവിടെ വരും. എല്ലാ പാർട്ടിയും വരും. പക്ഷെ അതിന് സമ്മതമല്ലാത്ത രീതിയിൽ അത് കാരണം 3-2 ഭൂരിപക്ഷം വേണമുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം 50ഓളം സീറ്റ് നമുക്ക് കുറവായിരുന്നു. അതുകൊണ്ട് അത് പാസ്സായില്ല. അപ്പൊ ഇത് സ്ത്രീകളുടെ അടുത്ത് ഒരു വഞ്ചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരുടെയൊക്കെ ഒരു വിചാരണ ചെയ്തെന്ന് ആർക്കും മനസ്സിലാവത്തില്ല എന്നാണ്. സ്ത്രീകൾക്ക് മനസ്സിലാവത്തില്ല.
അപ്പൊ അതിന്റെയൊക്കെ ഫലം ഇനി വരും ദിവസങ്ങളിൽ അത് ക്ലിയർ ആയിട്ട് കാണാം. കാരണം ഇതിന്റെ ഉത്തരം സ്ത്രീകൾ തന്നെ ചോദിക്കും. ഈ ഭാരതത്തിലുള്ള ഇപ്പം പലപ്പോഴും പലർക്കും ഒരു പേടി, ഇന്ന് ഏതൊരു ഇലക്ഷൻ ആയാലും ശരി, UP ഇലക്ഷൻ ആയാലും ശരി, നമ്മളിപ്പോൾ അടുത്തടുത്ത് ബീഹാർ ഇലക്ഷൻ കണ്ടു, ഇനി നടക്കാൻ പോകുന്ന വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻ ആയാലും ശരി, അവിടെ ഡിസൈസീവ് ആയിട്ട് ഇൻക്ലൂഡിങ് കേരളത്തിലെ ഇലക്ഷൻ ആയിരിക്കും. ഞാൻ കാണുന്നത് വെച്ചാൽ ഇന്ന് സ്ത്രീകളാണ് ആ ഭരണം എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്ന വലിയൊരു ഒരു ഫാക്ടർ സ്ത്രീകൾ എന്നാണ്. അതിന്റെ മെയിൻ കാരണം വേറൊന്നുമല്ല, സ്ത്രീകള് അവര് ആളുകളെ വിലയിരുത്തിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയം കാണും, രാഷ്ട്രീയം നോക്കാറില്ല, പക്ഷെ അത് നോക്കും. പക്ഷെ അതിന് കൂടുതൽ അവർ ഉപയോഗിക്കുന്ന നാടിന് ആർക്കാണോ ഉപയോഗം, ആ വാർഡിന് എനിക്ക് ഉപയോഗമാണെങ്കിൽ അവർ അവരുടെ അയക്ക് വോട്ട് ചെയ്യും. MLA ആയിട്ട് എനിക്ക് അയക്ക് ഉപയോഗമാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യും. MP ആണെങ്കിൽ അങ്ങനെ വോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ എവിടെ പോയാലും പ്രധാനമന്ത്രി മോദിക്ക് ഇത്രയും കൂടുതൽ ഒരു ആളുകളുടെ ഇടയ്ക്ക് സ്വീകാര്യത, അതിനകത്ത് കൂടുതൽ സ്ത്രീകളാണ്. കാരണം അത്രമാത്രം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി മോദിയുടെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചടിയായിട്ട് തന്നെ വരും കോൺഗ്രസിനും ഇതിനെ എതിർത്ത ഓരോ പാർട്ടീസിനും. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ഇന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ പത്രസമ്മേളനം നടക്കുന്നുണ്ട്. ഇന്നലെ ഇന്നും നാളെയായിട്ടൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് ഇവിടെ വിളിച്ച് ഞങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഒരിക്കൽ കൂടി ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, ഇത് വഞ്ചനയാണ്. സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ എവിടെയാണോ പവർ അവിടെ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു അജണ്ട കൊണ്ട് മാത്രം ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞുകൊണ്ട്, അതും തെറ്റായിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് അവര് പാർലമെന്റിൽ ഈ ബില്ലിനെ തോൽപ്പിച്ചത് അവരെയാണ്. ഇത് നമ്മൾ കാണിക്കുന്ന ഒരു ഔദാര്യമൊന്നുമല്ല സ്ത്രീകൾക്ക്. അത് പ്രധാനമന്ത്രി മോദി അവിടെ പാർലമെന്റ് പറഞ്ഞു. ഇതെന്തോ ഔദാര്യമാണെന്നുള്ള രീതിയിൽ ആരും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അർഹതപ്പെട്ടതാണ്. അർഹതപ്പെട്ടത് 10-9 വർഷമായിട്ട് അർഹതപ്പെട്ട കാര്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞ ഒരു തെറ്റിനെ തിരുത്തുകയാണ്. ആ തെറ്റിനെ തിരുത്താൻ പോലും പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യമായിട്ടുള്ള കാര്യം. അതിന് എന്ത് ന്യായം പറഞ്ഞാലും അത് ശരിയല്ല, അതിനെ ഞങ്ങൾ എതിർക്കും. പിന്നെ ലാസ്റ്റ് ഒറ്റ കാര്യം പറഞ്ഞു, ഇതുകൊണ്ട് ഈ ബില്ലിനെ നമ്മൾ മറന്ന് ഇനി ഞങ്ങളൊന്നും ചെയ്യത്തില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പെഹൽഗാം നടന്നിട്ട് ഏകദേശം 1 വർഷം ആവുകയാണ്. അപ്പൊ ആ പെഹൽഗാമിൽ മരിച്ച നമ്മുടെ സഹോദരന്മാര് 26 പേര് മതത്തിന്റെ പേരിൽ മരിച്ച ആ 26 സഹോദരന്മാരെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങൾ എല്ലാവരുടെ സ്മരണയുണ്ട്. അന്ന് നമ്മൾ എങ്ങനെയാണ് തിരിച്ചടി കൊടുത്തത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ന്യായം എവിടെയാണോ ആ ന്യായത്തിന്റെ പക്ഷത്ത് തന്നെ ഗവൺമെന്റ് നിൽക്കും, പ്രൈം മിനിസ്റ്റർ മോദി നിൽക്കും. അതുകൊണ്ട് സ്ത്രീകൾക്ക് അർഹതപ്പെട്ട കാര്യം അത് ചെയ്തിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഉറപ്പുള്ള ഒരു ബില്ല് ഈ പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാഷ്ട്രീയ ലക്ഷ്യമല്ലേ? ഒരു നമ്മൾ 2024 കൊണ്ടുവന്നപ്പോഴും നമുക്ക് വേണ്ട രീതിയിലുള്ള 3-2 അങ്ങനത്തെ ഉള്ള ഇതില്ലായിരുന്നു. പക്ഷെ അന്ന് കൊണ്ടുവന്ന് അന്ന് എല്ലാവരും തന്നെ എഗ്രി ചെയ്തു. അപ്പൊ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ പാർലമെന്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അപ്പം ഇത് BJPക്ക് വേണ്ടി മാത്രമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളതല്ല, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പാർട്ടിക്കാർക്കും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പൊതു സ്വീകാര്യതയായിട്ട് എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഞങ്ങളെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഇഷ്യൂവിന്റെ പേരിൽ അതിനെ എതിർത്തു. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ആ ബില്ല് ഇല്ലാതായത്. പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് ധാരാളം മറ്റ് പാർട്ടീസിലെ ഇൻക്ലൂഡിങ് കേരളത്തിലുള്ള സ്ത്രീകളെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിലുള്ള സ്ത്രീകൾ പോലും സമ്മതിക്കും ഇത് വേണമായിരുന്നു. അപ്പൊ ഇത് വേണം എന്നെല്ലാവർക്കും അറിയാം. ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ MP കൊല്ലം MP പറഞ്ഞത് ഞങ്ങൾ ബില്ലിനെതിരല്ല, പക്ഷെ അതിന്റെ ചില സാങ്കേതിക വശത്തിന് എതിരാണ്. അപ്പൊ ആ സാങ്കേതിക വശം എന്താണ് പ്രശ്നം? ബില്ലിനെതിരല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സാങ്കേതിക വശമായിട്ട് പറഞ്ഞതിനെ മാറ്റുന്നത്? അത് മാറ്റുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ ഇത് 2029 ചിലപ്പോൾ ഇത് വരത്തില്ല, അങ്ങനെയാണെങ്കിൽ 2034 വരെ അങ്ങ് മാറിപ്പറ്റും. അപ്പൊ ഞങ്ങളുടെ സ്വന്തം ടൈം, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു സമയമുണ്ടല്ലോ, ഒരു 10, 20, 30 വർഷം ഓരോ കോൺസ്റ്റിറ്റ്യൻസി നിൽക്കാൻ വേണ്ടി. അപ്പൊ എന്റെ സമയം വരെ ഇതൊന്ന് നീണ്ടു പോയാൽ കഴിഞ്ഞാൽ കുഴപ്പമില്ല, അടുത്തവർ പിന്നെ വരട്ടെ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ബില്ലിന് പ്രശ്നമല്ല, സാങ്കേതികം പറഞ്ഞ് ചെയ്യുന്നതാണ് ആ വഞ്ചന. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP ഉത്തർപ്രദേശിൽ കൂടെ തെരഞ്ഞെടുപ്പ് വരാം. അത് 33% സംവരണം സ്ത്രീകൾക്ക് BJP സ്ഥാനാർത്ഥികൾക്ക് നൽകി ഒരു മാതൃക കാട്ടാൻ അങ്ങനെ വല്ല ആലോചനയും പാർട്ടി? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴും തന്നെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ BJP എന്നുള്ളൊരു പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അവർ മെറിറ്റിന്റെ ബേസിൽ. ഇപ്പൊ എന്റെ ലെഫ്റ്റും റൈറ്റും ഇരിക്കുന്ന സ്ത്രീകളെ നോക്കുക, ഇവരാരും ഏതെങ്കിലും കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ആരുടെയും സർനെയിം അല്ലെങ്കിൽ അങ്ങനെ വന്നതല്ല. അവർ സ്വന്തം പേരിൽ സ്വന്തമായിട്ട് പോരാട്ടം നടത്തി സ്വന്തമായിട്ട് കഴിവ് തെളിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അത് BJP-യിൽ മാത്രമേ നടക്കൂ. ഇന്ന് BJP-യുടെ ഒരു ഏറ്റവും കൂടുതൽ ഞാൻ മുകളിൽ തൊട്ട് താഴെ വരെ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രപതി ഇന്ന് നമ്മുടെ ആ പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അത് BJP വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, എത്രയോ വർഷം ഞാൻ സർവീസിലിരുന്ന സമയത്തോട് ഞങ്ങളുടെ രക്ഷാമന്ത്രിയായിരുന്നു. എന്താണ് അവരുടെ സർനെയിം? ഒന്നുമില്ല. അവർ അങ്ങനത്തെ ആ രീതിയിൽ വന്നാണ്. എത്ര കേസുകൾ. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. വസുന്ധരാജ് ആയാലും ശരി, സുഷമ സ്വരാജ് ആയാലും ശരി, ഇപ്പൊ രേഖാ ഗുപ്താജി ആയാലും ശരി, എത്ര പേര് എല്ലാം അതിനകത്ത് വന്നില്ല. ഇപ്പൊ തന്നെ കേരളത്തിൽ തന്നെ ഈ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്തതിനകത്ത് NDA മുന്നണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും വലിയ പുരോഗമനം മറ്റൊക്കെ പറയുന്ന പാർട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. എത്ര പേർക്ക് സീറ്റ് കൊടുത്തു? എന്തുകൊണ്ടാണ് എല്ലാ സീറ്റുകളും എല്ലാ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവിടെ വലിയ ഈ ഇലക്ഷൻ നടന്നപ്പോഴും പല വനിതകൾ, ഇപ്പൊ ഷമാ മുഹമ്മദിനെ പോലുള്ള സ്ത്രീകളൊക്കെ എന്താണ് ഓപ്പൺലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയായിരുന്നു പ്രശ്നം വന്നിട്ടുള്ളത്? അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം കഴിവുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ലൈൻ തന്നെയാണ്. അതിനകത്ത് സ്ത്രീകളെ പ്രത്യേകിച്ച് കൺസിഡർ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുവരും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ UP ഇലക്ഷനിൽ അങ്ങനെ ചോദ്യം, ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സ് അവിടെ വരും. ഓൾറെഡി സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, അതായത് അടുത്ത ലൈനിലുള്ള ആളുകൾ റെഡി ആയിക്കൊണ്ടിരുന്നത്. അതിനകത്ത് പ്രധാനമന്ത്രി മോദി തന്നെ പറഞ്ഞുകൊണ്ട്, അതായത് ഈ പഞ്ചായത്ത് ലെവലിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവരൊക്കെ ഇനി ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് മാറ്റുവാൻ നിങ്ങൾ സംസ്ഥാന തലത്തിൽ ദേശീയ തലത്തിലേക്കും വരും. അപ്പം നിങ്ങൾ മനസ്സിലാവും, ഈ 33% അല്ല ചിലപ്പോൾ 50% വരെ സ്ത്രീകൾ അതിനകത്തേക്ക് വരും. സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു പാർട്ടിയുടെ സ്ത്രീയെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ആരും ഈ ഇരിക്കുന്നതിനകത്ത് തന്നെ നാളെ സംസ്ഥാന അധ്യക്ഷ ആവത്തില്ല അങ്ങനെ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ കഴിവ് മാത്രമാണ് അവിടെ പ്രധാനം BJP-യിൽ. അല്ലാതെ ഞാൻ എന്റെ ഒരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവനോ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എന്ന് വെച്ചിട്ട് ആരും അല്ല. കഴിവുണ്ടോ നിങ്ങൾ അതിനകത്ത് വരും, അതിനകത്ത് യാതൊരു സംശയം. നാളെ BJP-യുടെ കേരളത്തിലെ ആരെങ്കിലും കഴിവുള്ള സ്ത്രീകൾ ഡെഫിനറ്റ്ലി വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മളെ ഈ ഒരു മൈൻഡ് സെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുടെ അത് ആധിപത്യം ഇവിടെ അത്രയില്ല. UP-യിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. UP ബീഹാറിലൊക്കെ അവിടെ ആ മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ UP ബീഹാർ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ ഞാൻ UP ബീഹാറിന് മാത്രമായിട്ട് പറയാം, എല്ലാ സ്ഥലത്തും പുരുഷാധിപത്യം അവരവരുടെ വിട്ടു കൊടുക്കാൻ തയ്യാറില്ല. നമ്മുടെ ആ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ ഈ ബില്ല് വന്നേ പറ്റും. 33% നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ 33% നേതാക്കന്മാരെ സൃഷ്ടിക്കുകയാണ്. ആ 33% നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാ രീതിയിലുള്ള പോസ്റ്റിലേക്കും വരും. അവർ പിന്നെ തീരുമാനിക്കും, പോളിസി ഡിസിഷൻസ് തീരുമാനിക്കും. അതുകൊണ്ട് പറഞ്ഞത് ഇതിന് ഒരു ലോ വരണം, ഒരു നിയമം വന്നാൽ മാത്രമേ, അല്ല സ്വയമായിട്ട് ആരും മാറിക്കൊടുക്കാൻ പോകുന്നില്ല. അത് കുറെയൊക്കെ ചെയ്യുന്നത് BJP മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ മറ്റു പാർട്ടികളൊന്നും ഇതിന്റെ ഒന്ന് ടച്ച് പോലും ചെയ്തിട്ടില്ല. നിലവിലുള്ള എണ്ണം അനുസരിച്ച് സമരത്തിന് തയ്യാറാണെന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? എങ്ങനെ നിലവിലുള്ള ലോക്സഭയിലെ എണ്ണം അനുസരിച്ച് ഈ സമരം നടപ്പാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എന്താ സ്വീകരിക്കാത്തത്? അതിന്റെ കാരണം അവർക്ക് നന്നായിട്ട് അറിയാം അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഒന്ന്, ഈ 543 ലോക്സഭ മെമ്പേഴ്സ് 2024 അത് പാസ്സാക്കിയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് പാസ്സാക്കിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. കാരണം 2024 കഴിഞ്ഞ് സെൻസസ് കഴിഞ്ഞ് ഒരു ഡീലിമിറ്റേഷൻ ചെയ്താൽ മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്യൂ എന്നുള്ളൊരു ക്ലോസ് അതിനകത്തുണ്ടായിരുന്നു. ആ ക്ലോസ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യുനാനിമസ് ആയിട്ട് ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല. ഇതിന് മുൻകാലങ്ങളിൽ എന്തുകൊണ്ടാണ് അത് പോയത്? ഞാൻ പറഞ്ഞ പോലെ അവരവരുടെ പാർട്ടി MP-മാര് അവർക്ക് നഷ്ടപ്പെടും എന്നുള്ള രീതിയിലേക്ക് വരുമ്പം അവർ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇതെല്ലാ പാർട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. BJP-യുടെ നമ്മളിത് കൊണ്ടുപോകും. പക്ഷെ മറ്റു പാർട്ടീസിന്റെ കാര്യം, ഞാൻ നേരത്തെ പേരെടുത്ത് പറഞ്ഞ പാർട്ടീസിന്റെ കാര്യങ്ങളിൽ അവർക്ക് അവരുടെ സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം ഇല്ലാതായത് ഈ ക്ലോസ് കാരണമാണ്. അതായത് സെൻസസ് വരും, സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ വരും. ഡീലിമിറ്റേഷൻ വരുമ്പോൾ സീറ്റുകൾ കൂടും. ഇപ്പൊ ഈ സീറ്റുകൾ നമ്മൾ പറഞ്ഞ ആ ഫോർമുല അനുസരിച്ചായിരുന്നെങ്കിൽ 543 സീറ്റ് തന്നെ വീണ്ടും നിലനിന്നാൽ അതിന്റെ കൂടെ 273 സീറ്റാണ് വന്നത്. അപ്പൊ ഈ 543 സീറ്റുകൾ നിലനിൽക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു ഭയം, അതായത് എന്റെ സീറ്റ് പോകുന്നുള്ളത്, ചിലപ്പം നറുക്കെടുക്കുമ്പം ആ ഒരു പർട്ടിക്കുലർ ലോക്സഭാ മണ്ഡലം ചിലപ്പോൾ സ്ത്രീകൾക്ക് പോകും, പക്ഷെ ഓവറോൾ എന്നെ കുറയുന്നില്ല എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ഇത് വെറും ഒരു ട്രാപ്പാണ്. ആരും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മളതിന് വോട്ടിംഗ് എടുക്കുമ്പോൾ പറയാൻ അത് പറ്റത്തില്ല, നിങ്ങൾ ഡീലിമിറ്റേഷൻ ചെയ്യും അത് എന്നുള്ള രീതിയിലേക്ക് വരത്തുള്ളൂ. ഈ 543 ഒരു കാരണവശാലും ഈ ഇപ്പൊ എതിർത്ത പാർട്ടീസ് അതിനകത്ത് നിൽക്കുന്ന പുരുഷന്മാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അവരുടെ സീറ്റുകൾ പോകും.
അപ്പൊ അതുകൊണ്ട് അതൊരു വെറും ഒരു ഞാൻ വേറെ ടെക്നിക്കൽ ഇഷ്യൂ മുടങ്ങുന്ന എങ്ങനെയെങ്കിലും അതിനെ മാറ്റാൻ വേണ്ടി സ്കട്ടിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ്. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ CPM ജനറൽ സെക്രട്ടറി ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അപ്പം ചട്ടലംഘനമാണ്, അതായത് തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനമാണ് നടത്തിയതെന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ മാത്രമല്ല ചെയ്തത്. പ്രധാനമന്ത്രിയുടെ നമ്മുടെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൂരദർശനിലൂടെ മാത്രമാണെങ്കിൽ ദൂരദർശൻ കാണിച്ചോന്ന് പോലും എനിക്ക് അറിയില്ല, ഡൗട്ട് ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ട് അദ്ദേഹം രാഷ്ട്രത്തിന് ഇത് ചെയ്യുമ്പോൾ എല്ലാ ചാനലുകളും ഇന്ത്യയിലൂടെ എല്ലാ ചാനലും ഉണ്ടായിരുന്നു. ഇല്ല, ചിലപ്പം അങ്ങനെ നിർബന്ധമില്ലല്ലോ. അപ്പം എത്രയോ വേറെ രീതിയിലുണ്ട്. അല്ല, അത് രാജ്യത്തെ അഭിസംബോധന ദൂരദർശനിലൂടെ ഒരു പാട്ട് മാത്രം ദൂരദർശന് വേണ്ടി മാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ശരിയാണ്. പക്ഷെ ദൂരദർശനിലേക്ക് മാത്രമല്ലായിരുന്നു. ആ സമയത്ത് എല്ലാ ചാനലും കൃത്യം 8:30 എല്ലാ ചാനലും ഒരുമിച്ച് ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ദൂരദർശനിലൂടെ ആദ്യം വന്ന് എന്നിട്ട് പിന്നെ മറ്റുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നാഷണൽ റിസോഴ്സിന് യൂസ് ചെയ്യണം. ആ സമയത്ത് എല്ലാ ചാനലും കാണിച്ചിരുന്നു. പ്രൈവറ്റ് ആയാലും ശരി, പേഴ്സണൽ ആയാലും ശരി, എല്ലാ ചാനലും വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു ചാനലിൽ മാത്രമല്ല അദ്ദേഹം ചെയ്തത്. രണ്ടാമതായിട്ട് അദ്ദേഹം എന്ത് ചട്ടലംഘനം ചെയ്തെന്ന് കോൺഗ്രസും CPM വ്യക്തമാക്കണം. അദ്ദേഹം രാഷ്ട്രത്തോട് പറയുകയാണ്, ഇത്രയും വലിയൊരു ബില്ല് വന്നു, ആ ബില്ലിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ബില്ല് എന്തുകൊണ്ട് ഇവരെ എതിർത്തു എന്ന് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. രാഷ്ട്രത്തോട് പറയാനുള്ള 50% വരുന്ന സ്ത്രീകൾ നമ്മുടെ രാജ്യത്തുള്ള ഒരു ജനസംഖ്യയുടെ 50% വരുന്ന സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അനീതി കിട്ടി എന്ന് പറയാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. അത് അദ്ദേഹം പറഞ്ഞു. അതിനകത്ത് യാതൊരുവിധ ചട്ടലംഘനവും ഇല്ല. യഥാർത്ഥത്തിൽ ചട്ടലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് കോൺഗ്രസിന്റെ നേതാവ് ഖർഗേജി അദ്ദേഹം എന്താണ് വിളിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഞാനത് ഇവിടുന്ന് പറയാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഒരു ഇലക്ഷൻ സമയത്തോ അല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും പറയാൻ സാധിക്കുമോ? അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറഞ്ഞ ഇതിപ്പം തിരിച്ചടി രാഷ്ട്രീയപരമായിട്ട് അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് ഒരു ഭയം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാണ്, ഇവര് സ്ത്രീകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ഈ കോൺഗ്രസ്, CPM, TMC, DFK ഇവരെല്ലാവരും സ്ത്രീകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. ആ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് അവർക്കത് മനസ്സിലായി ഇത് രാഷ്ട്രീയമായിട്ട് തിരിച്ചടി കിട്ടും. അതിനുവേണ്ടി ഒരു കൗണ്ടറായിട്ട് ഇവർ ഈ ഓരോ കാര്യങ്ങൾ പറയുകയാണ്, മുടന്ത ന്യായങ്ങൾ, അതായത് ടെക്നിക്കൽ ഇഷ്യൂ, ഇപ്പം ചട്ടലംഘനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഈ ഭയം കാരണം തന്നെയാണ് ഇവരുടെ ഈ ഒരു പേര്, അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. കേരളത്തിലെ വനിതകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ സീറ്റുകൾ 20 നിന്ന് 30 ആയിരുന്നു വിചാരിക്കുക. 50% ആയിരുന്നെങ്കിൽ ഈ 10 സീറ്റ് 30-ൽ 10 സീറ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നാണ് അല്ലെ? 20 സീറ്റാണ് ഇപ്പൊ. അതിനകത്ത് ഇപ്പോഴത്തെ ലോക്സഭയിൽ 2 വനിതകളാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് പ്രിയങ്ക ഗാന്ധി അല്ലെ, അത് ഒരു വനിതയേ ഉള്ളൂ, ഒറ്റ വനിതയേ ഉള്ളൂ. അപ്പം ഈ ഒരു വനിതയിൽ നിന്ന്, അതും പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരു സ്ത്രീ കുടുംബത്തിലേക്ക് കുടുംബം മാറ്റി കൊടുത്ത ഒരു സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന സ്ത്രീക്ക് അതല്ലാതെ 10 വനിതകൾ കൂടി വന്നാൽ അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കേരളത്തിൽ കിട്ടാനുള്ള ബെനിഫിറ്റ്. രണ്ടാമതായിട്ട് അവര് ഈ ബില്ലിനെ, ഈ ഡീലിമിറ്റേഷനെ എതിർത്തുകൊണ്ട് ചെയ്ത കാര്യം സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരു ക്രൂരതയാണ്. കാരണം ഇനി വരാൻ പോകുന്നത്, നമ്മൾ ഇനി അടുത്ത ഡീലിമിറ്റേഷൻ എന്തായാലും ചെയ്തേ പറ്റൂ. ആ ഡീലിമിറ്റേഷൻ ചെയ്യുമ്പോൾ പോപ്പുലേഷന്റെ ബേസിലാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സീറ്റ് കുറയും, ചിലപ്പോൾ അത് നമ്മുടെ സീറ്റ് കുറയും. കാരണം ഭരണഘടനാപരമായിട്ട് ആ ഡീലിമിറ്റേഷൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 20 സീറ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് കുറയും. അപ്പൊ അതാണോ കേരളത്തിന് വേണ്ടുള്ള, അതോ ആ നീതിയാണോ കേരളത്തിൽ വേണ്ടുള്ള എന്ന് CPM കോൺഗ്രസും കൂടെ ഇവിടെ പറയേണ്ടി വരും. MK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ടെക്നിക്കൽ ഇഷ്യൂസ് പറയുന്ന ആളുകൾ അതും കൂടെ ഒന്ന് പറയണം. നിങ്ങൾ എന്താണ്, ഏത് ഫോമിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടെ അതുകൂടെ പറയണം. അപ്പൊ 10 സീറ്റ് ഉറപ്പായിട്ട് 2029 സ്ത്രീകൾ കിട്ടേണ്ട സീറ്റുകൾ, അത് ഏത് പാർട്ടിയാണുള്ളതായിക്കോട്ടെ, അതാണ് ഈ ബില്ല് എതിർത്ത് ഈ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാതാക്കിയത്. BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പോലും വനിതാ മുഖ്യമന്ത്രി ഇന്ത്യയിലെ മമതാ ബാനർജി മാത്രമാണ് വനിതാ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രി ആക്കാൻ എന്തുകൊണ്ട് BJP തയ്യാറായില്ല? ഡൽഹി എന്നുള്ള സംസ്ഥാനമുണ്ട്, അതിനകത്ത് ശ്രീമതി രേഖ ഗുപ്ത എന്നുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട്. ശ്രീമതി രേഖ ഗുപ്ത ഒരു മഹിളയാണ്, വളരെ നല്ല രീതിയിൽ ഒരു മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു. സ്റ്റേറ്റുകളിൽ വസുന്ധര രാജെ ഏറ്റവും ആദ്യം രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഉമാഭാരതി കേട്ടുകൊണ്ടല്ലോ.
സുഷമ സ്വരാജ്, ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നു. നിലവിലുള്ള സംവിധാനം നിലവിൽ അതെ, നിലവിൽ നിലവിലിപ്പം ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് വരുമെന്നുള്ള ഇതല്ലല്ലോ. ഇപ്പൊ CPM-നെ സംബന്ധിച്ചോളം CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര സ്ത്രീകളുണ്ട്? നിങ്ങളിപ്പം ഇത്രയും വർഷമായിട്ട് ഇവിടെ ഭരിച്ചു, എത്ര മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നു? പുരോഗമനം പറയുന്ന ഒരു പാർട്ടി. KR ഗൗരിയമ്മയുടെ കഥ എന്തായിരുന്നു അല്ലെ? അപ്പം ഇത് നമ്മൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ നിങ്ങൾ 4 വിരൽ ഇങ്ങോട്ടാണെന്നുള്ള കാര്യം മറക്കാതെയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇങ്ങോട്ട് പറയുന്നത്. ഞങ്ങൾ ചെയ്ത് ഒരു കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി ആയാലും ശരി, ഇപ്പം എന്നെ പോലുള്ള ആളായാലും ശരി, നമ്മൾ വിശ്വസിക്കുന്ന ഇനിയും ധാരാളം ചെയ്യാനുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്ന ആൾ ഒട്ടും ചെയ്യാത്ത ആളുകളാണ് ഞങ്ങളുടെ ഈ ചോദ്യം ചെയ്തത് നിങ്ങൾ എവിടെയാണ് എന്നുള്ളവരാണ് ഞാൻ ചോദിക്കുന്നത്. 33 എത്ര വർഷം നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ ഭരിച്ചു, അവിടെ നിങ്ങൾക്ക് എത്ര മന്ത്രിമാരുണ്ടായിരുന്ന സ്ത്രീകൾ? ത്രിപുരയിൽ നിങ്ങൾ ഭരിച്ചു, എത്ര മന്ത്രിമാരുണ്ടായിരുന്ന സ്ത്രീകൾ? ഇവിടെ ക്യാബിനറ്റിൽ എത്ര മന്ത്രിമാരുണ്ട് സ്ത്രീകൾ? ജനസംഖ്യ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് എണ്ണം. അപ്പോൾ സ്വാഭാവികമായി BJP ഭരിക്കുന്ന നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിനൊക്കെ ഏറ്റവും വലിയ ജനസംഖ്യ, അവിടെ സീറ്റിന്റെ എണ്ണം കൂടുന്നത് BJPക്ക് ഭരണം നിലനിർത്താനായിട്ട് ധൃതി പിടിച്ച് കൊണ്ടുവരുന്നതാണ് കോൺഗ്രസിന്റെ വശം കൊടുക്കുന്നതിന് പത്രസമ്മേളനത്തിൽ ആലോചന. അപ്പോൾ അത് തെക്കൻ ഇന്ത്യയിൽ ഇത് ഗുണം ചെയ്തില്ല, കൂടുതലും നോർത്ത് ഇന്ത്യയിലാണ് ഇതിന്റെ ഫലം കിട്ടുന്നത്. അതിലൂടെ ഭരണം വീണ്ടും നിലനിർത്താനുള്ള ശ്രമമാണെന്നാണ് അറിയുന്നത്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പം ഇതിനകത്ത് 50% കൂട്ടാം എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് ഈ ഒരു ആശങ്കയുണ്ട്. അതായത് UP പോലത്തെ സംസ്ഥാനത്ത്, പോപ്പുലേഷൻ ധാരാളമുള്ള സംസ്ഥാനത്ത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ നഷ്ടം വരും. അപ്പോൾ നമ്മുടെ ഇപ്പം ഈ ഒരു ബില്ലിനകത്ത് കൊണ്ടുവന്ന ഫോർമുല വളരെ സിമ്പിൾ ആയിരുന്നു. എല്ലാ സംസ്ഥാനത്തും ഒരേപോലെ 50% കൂട്ടുക. അതായത് കേരളത്തിൽ 20 ആണെങ്കിൽ അത് 30 ആവും. UP ഇപ്പൊ 80 ആണെങ്കിൽ 120 ആവും. പക്ഷെ പ്രൊപ്പോർഷൻ സെയിം ആയിരിക്കും. ഇപ്പൊ നമ്മുടെ 3.6% നമുക്ക് ഓവറോൾ നമ്മളെ ഇപ്പം നമ്മളെ ലോക്സഭയിൽ നമ്മുടെ അംഗത്തിന്റെ ബലം 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.6% ഇപ്പോഴുള്ളത്. അത് 816 ആകുമ്പോഴും 3.6% തന്നെ ആയിരിക്കും. അത് UP-യുടെ എത്ര 16% 17% ഇപ്പോഴാണെങ്കിൽ അത് അതേപോലെ തന്നെ നിൽക്കും. തമിഴ്നാട്ടിൽ അതേപോലെ തന്നെ നിൽക്കും. ആർക്കും അതിനകത്ത് പ്രശ്നം വരില്ല. അപ്പം ഇതാണ് അതിന്റെ ഒരു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് സംഭവിച്ചില്ല. അപ്പൊ അതാണ് എന്റെ ചോദ്യം, നിങ്ങളുടെ ഫോർമുല എന്താണ്? ഇനി അടുത്ത ഈ 50% അല്ലാതെ ഇപ്പൊ നമ്മൾ ചെയ്തത് 50%-ന്റെ ബേസിലാണ് അല്ലെ? എല്ലാവർക്കും 50% കൂട്ടുക. മറിച്ച് പോപ്പുലേഷന്റെ ബേസിലാണ് ചെയ്യാൻ ഇനി ഭരണഘടന പറയുന്നത്. ഭരണഘടന ഓരോ സെൻസസ് കഴിഞ്ഞും ആ ജനസംഖ്യയുടെ ബേസിസിലാണ് ഡീലിമിറ്റേഷൻ ചെയ്യണമെന്ന് ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിസ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിന്റെ കുറയും, തമിഴ്നാടിന്റെ കുറയും, UP-യുടെ കൂടും. അതാണോ ഇതിനെ എതിർത്തിട്ട് കോൺഗ്രസ് CPM ആവശ്യപ്പെടുന്നത് എന്ന് ഞങ്ങളാണ് ചോദിക്കുന്നത് അങ്ങോട്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ സീറ്റുകൾ 20 കുറയ്ക്കണം. അപ്പൊ 20 30 ആണോ ബെറ്റർ? അത് 20 14 നിങ്ങൾ ഇപ്പൊ ഇതിനെ എതിർത്ത് നിങ്ങൾ ചെയ്യുന്ന അതാണ്. അപ്പൊ അതിന്റെ ഉത്തരം പറയുന്നത് കോൺഗ്രസും CPM തന്നെയാണ്. ബില്ലിന്റെ കാര്യത്തിൽ തുടർ നടപടി എന്തായിരിക്കും BJP-യുടെ ഭാഗത്ത്? തുടർ നടപടി എന്നുള്ള നിലയിൽ ഞങ്ങളിപ്പോൾ ആദ്യം ചെയ്യുന്ന ഇപ്പം ഇതുപോലുള്ള പ്രസ് മീറ്റ്സിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. കാരണം ധാരാളം തെറ്റിദ്ധാരണ മനഃപൂർവ്വമായിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തുന്ന ഒരു ശ്രമമാണ് കാണുന്നത്. അപ്പൊ അത് ഞങ്ങൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്ത്രീകളുടെ സംവരണം കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടാവുക, 50% സംവരണം ഈ സീറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ആർക്കാണ് ഗുണമുണ്ടാവുക, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത് ഞങ്ങൾ സമര പരിപാടികൾ നടത്തുന്നുണ്ട്, ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ആ സമര പരിപാടികളിൽ സ്ത്രീകളെ മുൻനിർത്തി തന്നെ സ്ത്രീകൾക്ക് അവകാശത്തിന് വേണ്ടി ഞങ്ങൾ ഈ പോരാട്ടം തുടരുകയാണ്. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള വലിയൊരു പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവസാനമായിട്ട് ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രി മോദി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് കൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറും എന്നുള്ള യാതൊരു ധാരണയും വേണ്ട. സ്ത്രീകൾക്ക് അർഹതപ്പെട്ട ആ ബില്ല് അത് പാസ്സാക്കി എടുക്കണം. ഇപ്പോഴല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ആഴ്ചയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അംഗബലം കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ ചെയ്തിരിക്കും. അത് ഞങ്ങളുടെ ഒരു വാക്കാണ്. അത് ഞാൻ അഗെയിൻ പറയാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അത് ഔദാര്യമല്ല, അവർക്ക് അർഹതപ്പെട്ട കാര്യം അവരിലേക്ക് കൊണ്ടു കൊടുക്കുക എന്നുള്ള ഞങ്ങളുടെ ഒരു ദൗത്യമാണ്. അത് നമ്മൾ ചെയ്യും. അതാണ് ഞങ്ങളുടെ BJP-യുടെ പ്ലാൻ.